ഈ സ്വീകരണ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് മുസ്തഫ കുമേരി, ഇതിൻ്റെ ഔപചാരിക ഉദ്ഘാടന കർമ്മം നിർവഹിച്ച പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി അബ്ദുൽ മജീദ് ഫൈസി, പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ CPA ലത്തീഫ്, വേദിയിലുള്ള പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി PK ഉസ്മാൻ, റോയി അറക്കൽ, KK അബ്ദുൽ ജബ്ബാർ, PR സിയാദ്, PP റഫീഖ്, സംസ്ഥാന വൈസ് പ്രസിഡന്റുമാരായ തുളസീധരൻ പള്ളിക്കൽ, P അബ്ദുൽ ഹമീദ്, മറ്റ് ഭാരവാഹികളെ, പാർട്ടിയുടെ സ്റ്റേറ്റ് വർക്കിംഗ് കമ്മിറ്റി അംഗങ്ങളെ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ദീർഘമായ ഒരു പ്രഭാഷണത്തിന് പറ്റിയ സന്ദർഭമല്ല എന്നെനിക്ക് ബോധ്യമുണ്ട്. ആദ്യമായി പാർട്ടിയുടെ നേതാക്കൾക്ക് പ്രൗഢമായൊരു സ്വീകരണമൊരുക്കിയ കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയെ അനുമോദിക്കുകയാണ്. പാർട്ടിയുടെ രാഷ്ട്രീയവും അതിൻ്റെ ദേശീയതല പ്രസക്തിയും സമകാലിക ഇന്ത്യയിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെല്ലാം ഉദ്ഘാടനം വളരെ കൃത്യമായി ഇവിടെ വിശദീകരിച്ചു. എനിക്ക് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്താനുള്ളത്, 16 വർഷം പിന്നിടുന്ന ഈ പാർട്ടി രാജ്യത്തിൻ്റെ 21 സംസ്ഥാനങ്ങൾ സാന്നിധ്യം അറിയിച്ച് 14 സംസ്ഥാനങ്ങൾ വ്യവസ്ഥാപിതമായ ഘടനയോടെ പ്രവർത്തനം നടത്തുന്നു എന്ന് പറഞ്ഞാൽ 16 കൊല്ലം കൊണ്ട് ഇതിൻ്റെ പ്രവർത്തകരും നേതാക്കളും ഈ രാജ്യത്തിനും രാഷ്ട്രനിവാസികൾക്ക് വേണ്ടി എത്രത്തോളം കഠിന പ്രയത്നം നടത്തി എന്നതിൻ്റെ സാക്ഷ്യപ്പെടുത്തലാണ്. നാം നിരന്തരമായി പറയുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതും രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളാണ്. ഫാഷിസത്തിൻ്റെ പ്രശ്നമുണ്ട്, സാമൂഹ്യനീതിയുടെ പ്രശ്നമുണ്ട്, ഇന്ത്യയുടെ സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ സൃഷ്ടിക്കുന്ന പ്രശ്നമുണ്ട്. അങ്ങനെ നൂറുകണക്കിന് പ്രശ്നങ്ങൾ, കലാപങ്ങളുടെയും കലുഷിതാവസ്ഥയുടെയും ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നിരന്തരമായി പറയുന്നവരും കേൾക്കുന്നവരുമാണ്. ഒരുപക്ഷെ ഇന്ത്യ ജനാധിപത്യത്തിൻ്റെ രൂപം കൊണ്ട കാലം മുതൽ ഇത്തരമൊരു അനുഭവങ്ങളാണ് നിരന്തരമായി പങ്കുവയ്ക്കാനുള്ളത്. ഇതിന് കൃത്യമായ രാഷ്ട്രീയ പരിഹാരമാണ് രാജ്യത്തുണ്ടാകേണ്ടത്. സാമ്പ്രദായിക പ്രസ്ഥാനങ്ങൾ പരാജയപ്പെട്ടു എന്ന ബോധ്യമുള്ള ഈ പശ്ചാത്തലത്തിൽ ഈ പ്രസ്ഥാനം മുന്നോട്ട് വയ്ക്കുന്ന രാഷ്ട്രീയ ചിന്തയെയും അതിൻ്റെ ആശയത്തെയും അതിൻ്റെ പ്രവർത്തന രീതികളെയും നെഞ്ചിലേറ്റിക്കൊണ്ട് തലമുറയ്ക്ക് പൗരാവകാശബോധത്തോടെ ജീവിക്കാൻ പ്രാപ്തമായ ജനാധിപത്യത്തിൻ്റെ സർവ്വ സൽഗുണങ്ങളും അനുഭവിക്കാൻ അവസരമുള്ള ഒരു ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുന്നതിനും നിലനിർത്തുന്നതിനും വേണ്ടി ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനം ശക്തിപ്പെടുത്താൻ ഓരോരുത്തരും കർമ്മനിരതരാകണം. അതിലൂടെ മാത്രമാണ് തലമുറയുടെ സുരക്ഷിതത്വം ഒരുക്കാൻ നമുക്ക് സാധ്യമാകുക, രാജ്യത്തിന് കാവലൊരുക്കാൻ സാധ്യമാകുക എന്ന ഒരു സന്ദേശം മാത്രം കൈമാറിക്കൊണ്ട് നമ്മുടെ തുടർ പ്രവർത്തനത്തിൽ, രാഷ്ട്രീയ ചിന്തകളിൽ, കർമ്മ പദ്ധതികളിൽ അത്തരം ലക്ഷ്യബോധവും ഈ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന നിർഭയത്വത്തിൻ്റെയും ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെയും രാഷ്ട്രീയവും ഉണ്ടാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് സോഷ്യൽ ഡെമോക്രസി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.